എന്റെ നമ്പ്യാർ സാറിനോട് ഞാൻ കള്ളം പറഞ്ഞു പോയി. സാർ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം നമ്പ്യാർ സാറേ. മാപ്പ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടിച്ചല്ലടാ. അത് നീ കാരണം അവമാനിക്കപ്പെട്ടത് അവളും അവളുടെ കുടുംബവുമാണ്. മുത്തശ്ശ, ഞാൻ ഇങ്ങോട്ട് നമ്പ്യാർ സാറേ, മുത്തശ്ശ. അയ്യോ രവീന്ദ്ര, സുധേ, നിങ്ങൾ വിഷമിക്കണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നിരിക്കും. നമ്പ്യാർ സാർ ഇത് എന്തായി പറയുന്നേ? അപ്പൊ വരനോ? വരനോ? ദേ, ഇവൻ എന്റെ കൊച്ചുമകൻ സാറേ. ആദി. അയ്യോ, ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ മാളുവിനെ ആദി വിവാഹം കഴിക്കും. അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? മുത്തശ്ശന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. അതിന് മാറ്റമൊന്നുമില്ല. എടാ, നീ ഒരുത്തൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? എന്നിട്ട് നിനക്ക് അല്പം പോലും കുറ്റബോധമില്ലേ? ഒരു പെൺകുട്ടിയുടെ ഭാവി തകർത്തത് നീ ഒറ്റ ഒരുത്തനാണ്. കുമാരനെ കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചത്. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അന്ന് തന്നെ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ എത്തുമായിരുന്നോ? അന്ന് ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ആ പയ്യൻ നല്ലവനല്ലെങ്കിൽ മാളുവിന് മറ്റൊരു ബന്ധം നോക്കാവുന്ന. ഇന്ന് ഈ കുടുംബത്തെയും മാളുവിനെയും ഞങ്ങളെ എല്ലാവരെയും ഈ അവസ്ഥയിൽ എത്തിച്ചത് നീ ഒറ്റൊരുത്തനാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് നീ കരുതണ്ട. എന്തിനാടാ ഇതൊക്കെ ചെയ്തത്? ഞാനിത് എന്തിനാ ചെയ്തതെന്ന് മുത്തശ്ശൻ അറിയണോ? അറിയണം. എന്റെ ചേച്ചിക്ക് വേണ്ടി. എന്റെ ചേച്ചിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, സ്വന്തമായ ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ ചേച്ചിയെ ഒരു സാധാരണ സ്കൂൾ മാഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോ മുത്തശ്ശൻ ഒരു കുറ്റബോധവും തോന്നിയില്ലേ?